ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. ഏലാഞ്ചി ആട്ടോ, മുട്ടക്കുഴലപ്പം എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. ഈസി ആട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ആട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട വേണം കേട്ടോ. മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ആട്ടോ വേണ്ടത്. ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് കട്ടകളൊന്നും പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ലൂസ് ബാറ്ററാക്കി നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ പാനിൽ നമുക്ക് കോരി ഒഴിച്ച് ചൂടാവുന്ന രീതിയിൽ ഈ പരുവത്തിൽ വേണം കേട്ടോ നമുക്കൊന്ന് മാവ് നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. ഇനി അതിന് ശേഷം നമുക്കൊരു ഇതുപോലത്തെ ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം ഇതുപോലൊരു 2 തവിയോളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. ഒരുപാട് നേരം നമുക്കിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു സൈഡൊന്ന് ഇതുപോലെ നിറമാറി വരുന്ന സമയത്ത് നമുക്ക് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്നും എടുത്തേക്കാവേ. ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടൊരു ഫില്ലിങ്സ് വേണേ. അതിനുവേണ്ടി നമുക്ക് ഇവിടെ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ സമയം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കിപ്പോൾ മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മധുരം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടോ കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് പഞ്ചസാര എല്ലാ തേങ്ങയിലേക്കൊന്ന് കയറി പിടിക്കത്തക്ക വിധം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരുപാടിട്ട് ഹാർഡായിട്ട് മൊരിച്ച് കളയണ്ട. ഇത് ഈ പരുവെത്തുമ്പോൾ നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ദോശ പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, ഇതിലേക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ അകത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ എല്ലാം ഒരുപാട് വയ്ക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടി എടുക്കാം കേട്ടോ. റോൾ ചെയ്ത് തന്നെ നമുക്കിതെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കാവേ. ഈസി റെസിപ്പി അല്ലേ, കണ്ടിട്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇതുപോലുള്ള കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.